നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ചളിങ്ങാട് പള്ളിനടയിൽ അമ്പു തിരുനാളിനിടെ യുവാക്കളെ മർദ്ദിച്ച കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശികളായ അർജുൻ, സൗരവ്, ചന്ദ്രാപിനി സ്വദേശികളായ ആദിത് കൃഷ്ണ, വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ചളിങ്ങാട് സ്വദേശികളായ സമർ, ഫൈസൽ എന്നിവരെ ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI-മാരായ കെ സൂരജ്, ജെയ്സൺ, CPO-മാരായ TS സൂരജ്, M പ്രവീൺ, അനന്തുമോൻ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ പ്രദീപ്, ലിജു ഇയാനി, ബിജു, നിഷാന്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ആളെ പോലീസ് പിടികൂടി. മുരിയാന്തോട് ബീച്ചിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന 42 വയസ്സുള്ള കണക്കാട്ട് തപനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 4 ഗ്രാം MDMA കണ്ടെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP-മാരായ വി കെ രാജു, ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വലപ്പാട് SI എബിൻ, ജൂനിയർ SI ജിഷ്ണു, ഡാൻസ് ഓഫ് SI CR പ്രദീപ്, ASI ലിജു ഇയാനി, ബിജു, നിഷാന്ത്, പ്രബിൻ, മനോജ്, ബിജോഷ്, ചഞ്ചൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി 5 നാൾ നീണ്ടു നിൽക്കുന്ന അഖില കേരള ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവത്തിന് ക്ഷേത്രമഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിയെ തിരിതെളിയിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. CBSE കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ അമേയ വിപിൻ മുഖ്യാതിഥിയായി. പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ മാസ്റ്റർ, ക്ഷേത്രം സെക്രട്ടറി മേഘ്നാഥൻ, കോർഡിനേറ്റേഴ്സ് പ്രീതി കഴിമ്പ്രം, ആര്യ സുഹാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉത്തര മണികണ്ഠന്റെ സംഗീത കച്ചേരി അരങ്ങേറി. ഇരിഞ്ഞാലക്കുട ശിവരഞ്ജിനി സംഗീത വിദ്യാലയം, തളിക്കുളം ചിത്രാംബരി സംഗീത വിദ്യാലയം എന്നിവർ നൃത്തങ്ങൾ നടന്നു. എറണാകുളം രാഗശ്രീ മോഹൻ, ജയൻ ശ്രീ മോഹൻ എന്നിവർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി ശ്രദ്ധേയമായി. തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം, നാട്ടിക ആരിക്കരിയമ്മ, ഭൂമിക നൃത്ത കലാക്ഷേത്രം എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന ബുധനാഴ്ച വൈകിട്ട് നടക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടന്നു. SC വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി 80 വിദ്യാർത്ഥികൾക്കാണ് 4 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, ജനപ്രതിനിധികളായ K വിജയൻ, EP അജയഘോഷ്, സിജി സുരേഷ്, KK പ്രഹർഷൻ, ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, വൈശാഖ് വേണുഗോപാൽ, മണി ഉണ്ണികൃഷ്ണൻ, MA ഷിഹാബ്, സൽമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് തല ഭിന്നശേഷി കലാ കായികോത്സവം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത അധ്യക്ഷയായി. ശിശുവികസന പദ്ധതി ഓഫീസർ ശുഭാസ് നാരായണൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട 5 പഞ്ചായത്തിലെയും ഭിന്നശേഷി കുട്ടികൾക്കായി ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം, ഫുട്ബോൾ മാച്ച് എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷിത് മാർഗ് റോഡ് സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. കുറ്റൂക്കാരൻ ഗ്രൂപ്പ്, SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പദ്ധതിയാണ് സുരക്ഷിത് മാർഗ്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. കരുക്കുറ്റി SCMS എഞ്ചിനീയർ കോളേജ് പ്രതിനിധി KB രാജേഷ് പദ്ധതി വിശദീകരണവും ബോധവൽക്കരണ ക്ലാസും നയിച്ചു. പ്രധാന അധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, ഡെപ്യൂട്ടി HM KS ബിന്ദു, അധ്യാപകരായ ബിജു മോഹൻ, ബാബു, TN സിജിൻ, S പ്രമോദ് എന്നിവർ സംസാരിച്ചു.
വലപ്പാട് പൈനൂരിൽ പരേതനായ പണിക്കെട്ടി സുകുമാരന്റെ ഭാര്യ മൈഥിലി ടീച്ചർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം സ്വവസതിയിൽ നടക്കും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.